തിരികെ വാർത്തകളിലേക്ക്. തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദനെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പ് ശക്തം. നേതാക്കൾക്ക് ഗോവിന്ദനെ പിന്തുണയ്ക്കുന്നതിൽ ഭിന്നാഭിപ്രായം. തളിപ്പറമ്പിലെ അനുകൂല സാഹചര്യം മുതലാക്കാൻ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ വേണമെന്നും അണികളും നേതാക്കളും ആവശ്യപ്പെട്ടു. മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, നേരത്തെ അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ കോൺഗ്രസിനകത്തും സമാനമായ രീതിയിലുള്ള പൊട്ടിത്തെറികളും അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണൂരിലും ഈ ടി.കെ. ഗോവിന്ദനെ ചൊല്ലിയാണോ പാർട്ടിക്കകത്ത് ഭിന്നാഭിപ്രായം ഉയരുന്നത്? തീർച്ചയായും ഗൗതം, നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളായി ഏതാണ്ട് 40 വർഷത്തിലേറെയായി കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് CPM നേതാവായിരുന്ന ടി.കെ. ഗോവിന്ദൻ. അതേ ഗോവിന്ദനെ UDFന്റെ സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കുമ്പോൾ സ്വാഭാവികമായും എതിർപ്പ് ഉയരുന്നത് സ്വാഭാവികമാണ്. ഇതിപ്പോൾ വലിയ വിമർശനമാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഈ ടി.കെ. ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെ ഉയരുന്നത്. പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ എതിർപ്പ് ഉയരുന്നുണ്ട്. കാരണം തളിപ്പറമ്പിലെ അനുകൂല സാഹചര്യം മുതലാക്കാൻ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ വേണമെന്നൊരാവശ്യം അണികളും നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്ന് ഏതാണ്ട് 20,000-ഓളം വോട്ടിനാണ് വിജയിച്ചതെങ്കിൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കെ സുധാകരൻ ഏതാണ്ട് 7,000-ഓളം വോട്ടിന് ലീഡ് തളിപ്പറമ്പിൽ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം വയ്ക്കുകയാണെങ്കിൽ തളിപ്പറമ്പ് മണ്ഡലം പിടിച്ചെടുക്കാമെന്നൊരു കണക്കുകൂട്ടൽ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഇത്തരത്തിൽ CPM വിട്ടുവന്ന ടി.കെ. ഗോവിന്ദന് പിന്തുണ കൊടുക്കാൻ ഒരു തീരുമാനം കോൺഗ്രസ് എടുക്കുന്നത്. ഇതിനെതിരെയാണ് അതൃപ്തി ശക്തമാകുന്നത്. ഇതിൽ പരസ്യ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായ വിജിൽ മോഹൻ ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും ചെണ്ടയായി മാറാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ മാറാർ ചമയുന്നത് ശത്രുക്കളാകരുത് എന്നാണ് വിജിൽ മോഹൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. പോരാട്ട വീതിയിൽ ലാത്തിയടികൾ ഏറ്റുവാങ്ങാൻ അണികൾ വേണം. ജയിലറുകളിൽ ഇരുളടഞ്ഞ ദിവസങ്ങൾ തള്ളി നീക്കാൻ പോരാളികൾ വേണം. ഇന്നലെ വരെ പാർട്ടിയെ ആക്രമിച്ചവരെ ഇന്ന് ചുമലിൽ താങ്ങുമ്പോൾ വർഷങ്ങളായി പാർട്ടിയെ ചുമലിലേറ്റുന്നവരുടെ കണ്ണീര് കാണാതെ പോകരുത് എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. ചുവടുമാറി വരുന്നവർക്ക് നൽകുന്ന പരിഗണന പാർട്ടിയുടെ ചൂടുറപ്പിക്കാനായി നിന്നവരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാകരുത്. അക്രമങ്ങളും അവഗണനകളും എത്രയുണ്ടായാലും മൂവർണ്ണക്കൊടി ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രസ്ഥാനത്തിന് വേണ്ടി തെരുവിൽ പോരാട്ടം തുടരുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായ വിജിൽ മോഹൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിനുള്ളിലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ ഒരു പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ടി.കെ. ഗോവിന്ദനെ പിന്തുണയ്ക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി വേണം, കോൺഗ്രസ്സുകാരനായ സ്ഥാനാർത്ഥി തന്നെ തളിപ്പറമ്പിൽ വേണമെന്നൊരു ആവശ്യം ഉയരുന്നത്. ഏതായാലും ഈ പ്രതിഷേധങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ നേതൃത്വം ആ ആവശ്യങ്ങൾക്ക് വഴങ്ങുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത് ഗൗതം. ഓക്കെ മിഥുനാണ് വിവരങ്ങളുമായി ചേർന്നത്. ടി.കെ. ഗോവിന്ദനെ തളിപ്പറമ്പിൽ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഇപ്പോൾ കണ്ണൂരിൽ അഭിപ്രായ ഭിന്നത ഉയരുകയാണ്. സ്വന്തം സ്ഥാനാർത്ഥി തന്നെ വേണം എന്ന നിലപാട് ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു.